الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച റുഷ്ദ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ 2 ഖുതുബകളിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ റുഷ്ദുള്ളയാളാണോ, ഞാൻ റഷീദാണോ, അഥവാ നേർമാർഗവും വിവേകവും തന്റേടവും കൃത്യമായ വിശ്വാസവുമൊക്കെയുള്ള ആളാണോ അല്ലേ എന്ന് സ്വയം മനസ്സിലാക്കുവാൻ ആവശ്യമായ 3 കാര്യങ്ങൾ, അതിലൊന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് നല്ല വാക്ക് പറയുക, അൽ ഖൗലുൽ ഹസൻ, നല്ല സംസാരം. അതോടൊപ്പം തന്നെ കേൾക്കുന്ന വാക്കുകളിൽ വൈകാരികമായി എടുത്തു ചാടാതെ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ഉറപ്പാക്കുകയും അവധാനതയോടെയും മനസ്സിലാക്കാനും പ്രതികരിക്കാനും കഴിയുക എന്നത്, ഇതാണ് രണ്ടാമത്തെ കാര്യം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ റഷീദാണെങ്കിൽ അയാളുടെ നാവിൽ നിന്ന് അയാളുടെ സംസാരം ഏറ്റവും നല്ലതായിരിക്കും.
അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മണിമാടമുണ്ട്, ഉർഫത്തുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. സ്ഫടിക നിർമ്മിതമാണത്. സ്ഫടികം എന്നൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ, സ്വർഗത്തെ വിലയിരുത്താൻ വേണ്ടിയല്ല. കാരണം സ്വർഗത്തെ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് വിലയിരുത്തുക സാധ്യമല്ല. അതിന്റെ പ്രത്യേകത അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയാലും പുറത്തു നിന്ന് അകത്തേക്ക് നോക്കിയാലും കാണാവുന്ന തരത്തിലുള്ള സ്ഫടിക നിർമ്മിതമായ സുന്ദരമായ ഒരു മണിമാടം സ്വർഗത്തിലുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, ആർക്കാണ് നബി അത് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കിട്ടുന്ന ആളുകളുടെ പ്രത്യേകത പറഞ്ഞു. 3 കാര്യങ്ങൾ. ഒന്ന്, റസൂലുള്ള പറഞ്ഞ ആദ്യമായി പറഞ്ഞത് ലിമൻ ആലനൽ കലാം, നല്ല സംസാരം സംസാരിക്കുന്ന ആളുകൾക്ക്, മൃദുലമായി മധുരമായി സംസാരിക്കുക, മറ്റൊരുത്തന്റെ കൽബിന് വേദനയുണ്ടാക്കുന്ന, മറ്റൊരുത്തനെ പ്രയാസമുണ്ടാക്കുന്ന, മറ്റൊരുത്തനെ പരിഹസിക്കുന്ന, മറ്റൊരുത്തനെ ആക്ഷേപിക്കുന്ന, അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന അത്തരം വർത്തമാനങ്ങളല്ല. ഏറ്റവും നിർമ്മലമായ, ഏറ്റവും മധുരിതമായി സംസാരിക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. രണ്ടാമത് റസൂൽ പറഞ്ഞു, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന. മൂന്നാമത് റസൂൽ പറഞ്ഞത് ജനങ്ങളെല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ. ഈ 3 ഗുണങ്ങളുള്ളവർക്കാണ് ആ സുന്ദരമായ ഭവനം ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റഷീദാണെങ്കിൽ അവന്റെ നാവിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ ഏറ്റവും നല്ല വർത്തമാനമായിരിക്കുമെന്ന്, നല്ല സംസാരമായിരിക്കും അയാളുടെ നാവിൽ നിന്നുണ്ടാവുക എന്നത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുക. രണ്ടാമത്തതാണ് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടത്. കേൾക്കുന്ന വാക്കിനനുസരിച്ച് വൈകാരികമായി പ്രതികരിക്കുന്നവനാവില്ല റുഷ്ദുള്ള മനുഷ്യൻ. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് മുസ്ലിമീങ്ങൾ പ്രതികരിക്കാത്തത്, എന്താണ് മുസ്ലിമീങ്ങൾ അതിന് ചുട്ട മറുപടി കൊടുക്കാത്തത്, എന്താണ് അയാൾക്ക് അതേ നാണയത്തെ തിരിച്ചടിക്കാത്തതെന്ന് ചോദിക്കലുണ്ട്. ഇല്ല, അതൊരു വിശ്വാസിയുടെ പ്രത്യേകതയല്ല. തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വായ തുറന്നാൽ നിരന്തരമായി മുസ്ലിമീങ്ങളെ കുത്തിനോവിക്കുകയും ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അയാൾക്ക് അതേ നാണയത്തിൽ എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല എന്ന് സാധാരണക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. അതിന്റെ ആവശ്യമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് റുഷ്ദുള്ളവരാണ്, വിവേകമുള്ളവരാണ്. ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ അപഗ്രഥനം നടത്തിയിട്ടാണ് നമ്മൾ അതിനെ പ്രതികരിക്കാറുള്ളൂ. അതാണ് നമ്മുടെ ക്വാളിറ്റി, അതാണ് മുസ്ലിമിന്റെ പ്രത്യേകത. കേൾക്കുമ്പോഴേക്ക് വൈകാരികമായി ചാടിയിറങ്ങി എന്താണെന്ന് നിജസ്ഥിതി പോലും മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയോ മുസ്ലിമിന്റെ രൂപമോ ശൈലിയോ അല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികൾക്കിടയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഗൗരവതരവും വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കിയതുമായ ഒരു സംഭവമായിരുന്നു പ്രവാചക പത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദി അവരെ കുറിച്ച് ഒരു വ്യഭിചാരോപണം നടന്നു. ആ ആരോപണം പലരും ഏറ്റെടുത്തു. ആ ആരോപണത്തിന് മുന്നിൽ നിന്നത് കപടവിശ്വാസികളായ ആളുകളാണെങ്കിൽ അവരുടെ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് അത് പ്രചരിപ്പിച്ച ആളുകളിൽ ബദറിൽ പോരാടിയ സ്വഹാബി വരെ ഉണ്ടായിരുന്നു. മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതനാണെന്ന് കൂടി മനസ്സിലാക്കണം. അഥവാ സിദ്ദീഖുൽ അക്ബർ കൊടുക്കുന്ന പൈസ കൊണ്ട് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ ആശ്രിതനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അതിന്റെ മുന്നിൽ നിന്നത്. വലിയ പ്രഗത്ഭരായ ആളുകളുടെ ഒക്കെ മനസ്സിൽ അതിന് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. അവരെല്ലാം അറിഞ്ഞും അറിയാതെയോ ശരിയായിരിക്കുമോ എന്ന ധാരണയിൽ എത്തിച്ചേർന്നു. ഈ വിഷയത്തെ
ഒരു മാസത്തിന് ശേഷമാണ് അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത്. ആ തീരുമാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു വന്നൊരു വർത്തമാനമുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെ സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതും അല്ലാത്തതുമായ ഏത് വിഷയങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മുസ്ലിമിന്റെ പൊതുബാധ്യത എന്താണെന്ന് അള്ളാഹു ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين يا أيها الذين آمنوا വിശ്വസിച്ചവരെ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുത്ത് വല്ല വൃത്താന്തവും വല്ല വർത്തമാനവും വല്ല സന്ദേശവും കൊണ്ടുവന്നാൽ ഫതബയ്യനൂ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിഞ്ഞുകൊള്ളുവിൻ. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ നിങ്ങൾ തന്നെ അറിയാതെ വിഡ്ഢിത്തരത്തിൽ വല്ല ജനങ്ങൾക്കും ആപത്തുണ്ടാക്കുകയും ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ എന്നിട്ട് നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്തേക്കുമെന്നതിനാൽ നിങ്ങൾ പറഞ്ഞുപോയതിൽ ഖേദിക്കേണ്ടി വരും, നിങ്ങൾ ചെയ്തു പോയതിൽ ഖേദിക്കേണ്ടി വരും എന്നതിനാൽ കേൾക്കുമ്പോഴേ പ്രതികരിക്കരുത്, പരിശോധിക്കണം. പ്രത്യേകിച്ച് പറയുന്ന ആളെ പരിശോധിച്ചിട്ട് സംസാരിക്കണം. നല്ല വിശ്വാസിയായ ഒരു മനുഷ്യൻ, നല്ല സാത്വികനായ ഒരു മനുഷ്യൻ അയാൾ ഒരു കാര്യം പറയുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം അയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ, തോന്നിയാസം അയാളുടെ നാവിൽ നിന്ന് വരില്ലല്ലോ എന്ന ഒരു വിചാരം നമുക്കുണ്ട്. എന്നാൽ എല്ലാവരെയും അങ്ങനെ പരിഗണിക്കാൻ നമുക്ക് സാധ്യമല്ല. അയാളുടെ സ്ഥിതി എന്തെന്ന് നമുക്കറിയില്ല. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും അവസ്ഥയും അവരുടെ ജീവിതവും അവരുടെ സംസാരവും അവരുടെ ഇടപെടലുകളും ഒന്നും മനസ്സിലാക്കാത്ത ആളുകളാണ് നമ്മൾ. എങ്കിൽ ഒരാൾ ഒരു വർത്തമാനം പറഞ്ഞാൽ, ഒരാശയം പറഞ്ഞാൽ, അയാൾ ഒരു സന്ദേശം നമുക്ക് കൈമാറിയാൽ പരിശോധിക്കണം. ഇത് റുഷ്ദിന്റെ അടയാളമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ഈ കാലഘട്ടത്തിൽ വരുന്നതെല്ലാം ശരിയാണെന്ന് തോന്നിപ്പോകും. വലിയ നല്ല മനുഷ്യന്മാർ വരെ ഫോർവേഡ് ചെയ്തത് പലതും ഫേക്ക് ആയിരുന്നു എന്ന് പിന്നീട് അറിയാം. സോറി, ക്ഷമിക്കണം, ഞാൻ പരിശോധിച്ച പിന്നെയാണ് അറിഞ്ഞത്. അങ്ങനെ പറയാൻ ഇടവരരുതൊരു വിശ്വാസി. പരിശോധിക്കണം. യഥാർത്ഥ വീഡിയോയും AI റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും തമ്മിൽ കൃത്യമായി വേർതിരിച്ച് അറിയാൻ പറ്റാത്ത രൂപത്തിലാണ് ഇന്ന് നിർമ്മിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തകളെ കൃത്യമായി അനലൈസ് ചെയ്യാതെ അത് ഫോർവേഡ് ചെയ്യുകയോ അതിനെ കമന്റ് കൊണ്ട് പ്രതികരിക്കുകയോ ചെയ്താൽ അപകടത്തിൽപ്പെടാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റഷീദായിരിക്കണം. റഷീദാകുമ്പോ അവന്റെ വിഷയങ്ങളിൽ എല്ലാത്തിലും ഒരു അവധാനത ഉണ്ടാകും. പെട്ടെന്ന് ചാടിക്കേറി അഭിപ്രായം പറയില്ല, പെട്ടെന്ന് ചാടിക്കേറി പ്രതികരിക്കില്ല. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ആരുടെയെങ്കിലും പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴേക്ക് വിജൃംഭിതരായി രോമകുപങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് രോമാഞ്ചമണിഞ്ഞ് എടുത്തു ചാടിയ ധാരാളം ആളുകളുണ്ട്. പിന്നീട് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രയാസത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ഒരു വിശ്വാസി കടന്നു പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ റഷീദാണ്, ഞാൻ റുഷ്ദുള്ളയാളാണ് എന്നതിന്റെ ഒരു അടയാളം എനിക്കുണ്ടാവണം. അതെന്താണ്? ഞാൻ കേൾക്കുന്നതിനപ്പം തന്നെ പ്രതികരിക്കുന്ന ആളാവില്ല. ഞാൻ പരിശോധിക്കും, അന്വേഷിക്കും, ശരിയാണോ, അത് ശരിയാണോ, തെറ്റാണോ, അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, ആ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അത് ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നതാണോ, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരാണോ, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ ഒരു കാര്യം ചേർത്തു പറയേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്. ഇന്ന് മുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ഒരു ബഹുസ്വര സമൂഹത്തിലാണ് മുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, പല വിശ്വാസധാരകളുള്ളവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. അതുപോലെ ഇസ്ലാമിനോട് നേർക്കുനേരെ ശത്രുത പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്, ശത്രുത പ്രകടിപ്പിക്കാതെ ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. ഇവിടെയെല്ലാം ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം? അവിടെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച അൽ വലാഉ വൽ ബറാഉ എന്ന് പറയപ്പെടുന്ന രണ്ട് സംജ്ഞകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ ആ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും വിഷയം പറയുകയും ചെയ്താൽ അപകടത്തിലെത്തും. വളർന്നു വരുന്ന കുട്ടികൾക്ക് വലാഉ ബറാ എന്താണെന്ന് അപഗ്രഥിച്ചു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിലാണ് പലപ്പോഴും ആളുകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ഒക്കെ എത്തിപ്പെടുക. തന്റെ കൂടെ ജീവിക്കുന്ന മറ്റൊരുത്തനെ കുറിച്ച് മോശമായി ധരിക്കുക, കാഫിറാണ് അല്ലെങ്കിൽ അയാൾ അമുസ്ലിമാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാളോട് ഒരു ബന്ധവും പാടില്ല എന്ന തരത്തിലൊക്കെ ആധുനിക മുഫ്തിമാർ സോഷ്യൽ മീഡിയയിൽ ഫത്വകളുമായി ഊരു ചുറ്റുമ്പോ അറിയണം, ഇല്ല, അള്ളാഹുവിന്റെ ഖുർആനിൽ അങ്ങനെ ഒരു കൽപ്പന ഇല്ല. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? അള്ളാഹു എന്താണ് പറഞ്ഞത്? അതെ, മുസ്ലിമീങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളോട് ശത്രുത വെച്ച് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നവനോട് നിങ്ങൾക്ക് ആത്മമൈത്രി ബന്ധം സ്ഥാപിക്കുക സാധ്യമല്ല. അല്ലാത്ത ആൾ, നിങ്ങളോട് കൂടി ജീവിക്കുന്ന അമുസ്ലിമായ മനുഷ്യൻ നിങ്ങളോട് ശത്രുതയില്ല, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്നുമില്ല, അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അയാളോട് നിങ്ങൾക്ക് സ്നേഹബന്ധവും അയാളോട് മാനസിക ബന്ധവും കാത്തു സൂക്ഷിക്കുന്നതിന് ഒരു തടസ്സവും അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടേയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അൽ വലാഉ വൽ ബറാഉ എന്നതിങ്ങനെ ആവർത്തിച്ചുരുവിടുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കുട്ടികളെ, ന്യൂജൻ കുട്ടികളെ, അതുപോലെയുള്ള ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ശ്രദ്ധിക്കണം, ആര് പറഞ്ഞാലും അത് പ്രമാണത്തിലുള്ളതാണോ ഇല്ലേ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താതെ അതിനെ അംഗീകരിച്ചുകൂടാ. ഒരു വിശ്വാസിയുടെ റഷീദായ റുഷ്ദുള്ള ഒരു വിശ്വാസിയുടെ പ്രത്യേകതയാണത്. അവൻ വാക്കുകളെ ഉറപ്പിച്ച് കൃത്യമായി പരിശോധിച്ച് സ്ഥിരീകരണം വരുത്തിയിട്ടേ അതിനെതിരെ പ്രതികരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് സ്വീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ ഇല്ലെങ്കിൽ പറ്റുന്നത് നീ അങ്ങേയറ്റത്തെ ഖേദത്തിലാവുകയും ഒരു സമൂഹത്തോട് വിവരമില്ലാതെ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടിയും വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റഷീദാവണമെങ്കിൽ രണ്ടാമത് വേണ്ട വിഷയം അതാണ്. ഏറ്റവും നല്ല രൂപത്തിൽ നല്ല സംസാരം, അതോടൊപ്പം തന്നെ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ഉടനെ എടുത്തു ചാടാതെ കൃത്യമായ അവധാനതയോടെ കാര്യത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടിട്ട് മാത്രം അതിനെ ഉൾക്കൊള്ളാനും പ്രതികരിക്കാനും കഴിയുന്നവനാവണം. ഇനി മൂന്നാമത്തത്, റഷീദാണ് എന്നതിന്റെ അടയാളം മൂന്നാമത്തത് എന്താണ്? അയാൾ നന്മകളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നവനായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, ഫസ്തബിഖുൽ ഖൈറാത്ത് ഇലല്ലാഹി മർജിഉകും ജമീഅ. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരുവീൻ, നന്മകളിലേക്ക് നിങ്ങൾ മത്സരത്തോടെ അത് ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് വരുവീൻ. ഇലല്ലാഹി മർജിഉകും ജമീഅ, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ മുഴുവനും മടങ്ങിപ്പോവുക. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, സൂറത്ത് അംബിയായിൽ ധാരാളം അംബിയാക്കളുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, അവ്വലുർ റുസുലായ നൂഹ് അലൈഹിസ്സലാം, അവിടെ മുതൽ തുടങ്ങി സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി വരെ വരുന്ന പ്രവാചകന്മാരുടെ ഹൃസ്വവും വിശാലവുമായ ചർച്ചകൾ നടത്തി സൂറത്ത് അംബിയായിലെ സുപ്രധാനമായ ചർച്ചകൾക്ക് അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ആ അംബിയാക്കളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്ക്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ആ പ്രവാചകന്മാരെല്ലാം ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്,
അവരെല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കുന്നവരാണ്. നന്മ ചെയ്യാൻ ഏറ്റവും ശ്രദ്ധയുള്ള ആളുകൾ. മാത്രമല്ല വയദഊനനാ റഗബൻ വറഹബാ, ആശിച്ചും പേടിച്ചും ആഗ്രഹിച്ചും ഭയപ്പാടോടെയും നമ്മളോട് പ്രാർത്ഥിക്കുന്നവരാണവർ. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് ഭക്തി കാണിക്കുന്നവരുമായിരുന്നു. പരിശുദ്ധ ഖുർആൻ 3 കാര്യങ്ങൾ അല്ലാഹു ഇവിടുന്ന് പറഞ്ഞു. ഒന്നാമത് അല്ലാഹു പറയുന്നത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഏതൊരു ചെറിയ നന്മയും, വലിയ നന്മയായ തൗഹീദ് മുതൽ താഴേക്ക് വരുന്ന ഏറ്റവും ചെറിയ നന്മ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കിക്കൊടുക്കുക എന്ന ആ ഏറ്റവും താഴെയുള്ള ചെറിയ കാര്യങ്ങൾ വരെ എല്ലാത്തിലും അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നു. ഒന്നും അവർ മിസ്സാക്കിയിരുന്നില്ല. എന്നൊരു സംഭവം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനേക്കാൾ ഉത്കൃഷ്ടനായ ഒരു സൃഷ്ടി അല്ലാഹ്ക്കില്ല. അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അഅ്യുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സഹാബികളോടൊപ്പം യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തിറങ്ങി. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങാറുണ്ട്. അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോൾ അല്പം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാമല്ലോ. ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലേക്ക് വ്യാപൃതരായി. കുറച്ചാളുകൾ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ വിറക് കൊള്ളികൾ ആവശ്യമുണ്ട്. അങ്ങനെ വിറക് കൊള്ളികൾ എടുക്കാൻ മരുഭൂമിയാണ്, എല്ലായിടത്തും കിട്ടൂല, അന്വേഷിച്ചു പോണം കുറച്ച്. അങ്ങനെ കുറച്ചാളുകൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും വരുന്നു കൂടെ. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബി നിങ്ങൾ എന്തിനു പറഞ്ഞു, നിങ്ങളിവിടെ ഇരുന്നോളീൻ, ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വരാം. റസൂലുള്ളാഹിന്റെ മറുപടി എന്താ അറിയോ? ഒരു പാപവുമില്ലാത്ത അള്ളാഹുവിന്റെ അടുത്ത് ഉന്നത സ്ഥാനീയനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു അറിയോ? അബ്ദുള്ളയുടെ മകന് ആ നന്മ വേണ്ടാത്തവനല്ല. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നിങ്ങൾ എടുത്തുകൊണ്ടുവരുന്ന ഓരോ വിറക് കൊള്ളിക്കും അള്ളാഹു തരുന്ന നന്മയുണ്ടല്ലോ, ആ നന്മ വേണ്ടാത്തവനല്ല ഞാൻ, എനിക്കും വേണം ആ നന്മ. അതുകൊണ്ട് ഞാനുമുണ്ട് നിങ്ങളെ കൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും ശ്രദ്ധ നന്മകളുടെ വിഷയത്തിൽ. ഒരു പുണ്യകർമ്മം ലഭിക്കാൻ, അള്ളാഹിന്റെ അടുത്തുനിന്ന് ഒരു കൂലി കിട്ടാൻ അത്രയും ശ്രദ്ധ ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം. അവൻ റഷീദാണെങ്കിൽ അതുണ്ടാകും, അവന്റെ ഉള്ളിൽ റുഷ്ദുണ്ടെങ്കിൽ അതുണ്ടാകും. മനസ്സിലായോ? ആളുകളൊക്കെ ഇറങ്ങി. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മുടെ പള്ളി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു, കഴിയുന്നൊരു വരാൻ പറഞ്ഞു. പറഞ്ഞു ഒന്ന് വെക്കാം, ഉദാഹരണം പറയാട്ടോ. അങ്ങനെ വന്നാൽ ഉള്ളിൽ റുഷ്ദുള്ള ആളുകളാണോ, ആ നന്മ പ്രതീക്ഷിക്കുകയും അതിലേക്ക് ഏറ്റവും ശ്രദ്ധ വെക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവനാണോ, അവർ നേരത്തെ ഉണ്ടാവും. എന്താ ഞാൻ ചെയ്യേണ്ടത് പറയും, നമ്മൾ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ മൊത്തത്തിൽ ഈ സമൂഹത്തിൽ വന്ന ഒരു അപജയം കൂടി എനിക്ക് കൂട്ടത്തിൽ പറയണം. എന്താണെന്നറിയോ? നമ്മൾ ഭൂരിപക്ഷ ആളുകളും, അതിന് സംഘടന ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ കണക്കാണ്. എന്താണെന്നറിയോ? സമൂഹത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരെന്നോ അല്ലെങ്കിൽ പ്രഭാഷകന്മാരെന്നോ ഇമാമെന്നോ ഖതീബെന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന ആളുകൾക്ക് അമിതമായ ചില പ്രിവിലേജുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇവിടുന്ന് ഒരു സാധനം എടുത്ത് അങ്ങോട്ട് വെക്കാൻ, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ വിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഖതീബ് കൂടി എഴുന്നിട്ട് ചെയ്യാം, നിങ്ങൾ വേണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോളി, ഞങ്ങൾ ചെയ്തോളാം. എന്താടോ, അയാൾക്ക് ആ നന്മ വേണ്ടേ? നിങ്ങൾ ആ നന്മ മുടക്കല്ലേ ചെയ്യണത്? പള്ളിയിൽ വെള്ളമല്ല, വെള്ളം കോരിക്കൊണ്ട് വരണം. ആളുകളൊക്കെ വെള്ളം കോരാൻ പോയി, ഖതീബ് അങ്ങനെ നിൽക്കണോ? അല്ല, അയാൾ ഇറങ്ങണം ആദ്യം. അയാൾ ഇറങ്ങണം. കാരണം അയാൾ ആ നന്മയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടവനാണ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടവരാണ്. ആ നന്മ വേണ്ടാത്തവനല്ല അയാൾ. അങ്ങനെയാണെങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അബ്ദുള്ളയുടെ മകന് ആ നന്മ വേണ്ടാത്തവനല്ല, ആ നന്മ മതിയായവനല്ല.
വേണം എനിക്ക്, ഞാനും വരുന്നു. മരുഭൂമിയിൽ വിറക് കൊള്ളി അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്ന ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തായിരിക്കണം? ദിനേന എന്നോണം പാപങ്ങൾ നിരന്തരം ചെയ്തു പോകുന്ന നമ്മൾ എങ്ങനെ ആവണം? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അതാണ് ഒരു റഷീദിന്റെ പ്രത്യേകത. രണ്ടാമത്തത് വയദഊനനാ റഗബൻ വറഹബൻ, ആശിച്ചു പേടിച്ചു നമ്മളോട് അവർ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഒരു ഘട്ടവും ഒഴിവാക്കാതെ എല്ലാത്തിനും അല്ലാഹുവിനോട് ചോദിക്കുന്ന പ്രകൃതിയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി അവിടുത്തെ കൈകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരും. നമ്മളൊക്കെ കൈ ഉയർത്തിയാൽ ഇവിടം കണ്ട് നിൽക്കും അല്ലേ? ചില ആളുകൾ ഇങ്ങനെ പിടിക്കും, ചില ആളുകൾ ഇങ്ങനെ നിൽക്കും, അവിടെ അവസാനിക്കും. അള്ളാന്റെ റസൂലിന്റെ ദുആ, അവിടുന്ന് കൈകൾ ഇങ്ങനെ ഉയർത്തിയാൽ കക്ഷത്തിന്റെ വെളുപ്പ് കാണുന്ന രൂപത്തിലേക്ക് കൈകൾ ഇങ്ങനെ ഉയരാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. നിരന്തരം രാത്രികാലങ്ങളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാന്റെ റസൂല് പ്രാർത്ഥിക്കുന്നത് കാണാം. സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. നിസ്കാരത്തിൽ നിന്നാൽ അവിടുത്തെ കൽബിൽ നിന്നുള്ള തേങ്ങൽ, അതെ, ഒരു ചട്ടി അടുപ്പിലിരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ശീൽക്കാരമുണ്ടല്ലോ, അതുപോലത്തെ ഒരു ശീൽക്കാരം അള്ളാന്റെ റസൂലുള്ളാഹിന്റെ കൽബിൽ നിന്നുണ്ടായിരുന്നു, അവിടുത്തെ ഉള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ബദറിന്റെ രണാങ്കണത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് രണ്ട് കൈകളും ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അതൊരു റുഷ്ദിന്റെ പ്രത്യേകതയാണ്. അത് റുഷ്ദുണ്ട് എന്നതിന്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തത് വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മളോട് ഭക്തി കാണിക്കുന്നവരായിരുന്നു, അങ്ങേയറ്റം ഭക്തിയുള്ളവരായിരുന്നു അവർ. അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരായി, അള്ളാഹുവിന്റെ മുന്നിൽ ഭക്തിയോടെ, ഖുശൂഅോടെ, ഖുദൂഅോടെ, തഖ്വയോടെ ജീവിക്കുന്നവരായിരുന്നു അവർ. അതാണ് ഒരു റഷീദായ മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ റുഷ്ദ് ഉണ്ടാക്കി തീർക്കണം. റുഷ്ദ് നഷ്ടപ്പെടുന്ന ഒരു പണിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. അള്ളാന്റെ റസൂലിന്റെ ദുആ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതാണ്. അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഖിനി ശർറ നഫ്സി. അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഖിനി ശർറ നഫ്സി. അല്ലാഹുവേ, റുഷ്ദ് എനിക്ക് തോന്നിപ്പിച്ചു തരണേ അല്ലാഹ്, റുഷ്ദ് എനിക്ക് തോന്നിപ്പിച്ചു തരണേ അല്ലാഹ്, എന്നിലേക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അതോടൊപ്പം തന്നെ എൻ്റെ നഫ്സിന്റെ ഷർറ്, അത് ആ ഉപദ്രവം, അതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുകയും ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയന അൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ച കേരള ജംഇയ്യത്തുൽ ഉലമാഇ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയാണ്. ആ പണ്ഡിത സംഘടനയുടെ പ്രത്യേകത, അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കേരളം ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ ഇവിടെ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥ അറിയണം. ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക്. ആ കാലഘട്ടത്തെ വേണമെങ്കിൽ ഡാർക്ക് ഏജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു ഇരുണ്ട യുഗം. വിശ്വാസ മേഖലകളിൽ തകർന്നടിഞ്ഞുപോയ ഒരു കൂട്ടം സമൂഹം, എല്ലാത്തരം ശിർക്കുകളും എല്ലാത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്നൊരു കാലം. ഇന്ന് മുസ്ലിം പെൺകുട്ടി ഒരു തട്ടമിടാത്തതിന്റെ പേരിൽ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ
മുസ്ലിം സമുദായത്തിന്റെ ദിശണ ഉണർന്നു നിൽക്കുന്നുവെങ്കിൽ മുസ്ലിം പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു മുസ്ലിം പൗരോഹിത്യത്തിന്റെ കാലമുണ്ടായിരുന്നു നമുക്ക്. അവൾ പഠിക്കാൻ പാടില്ല എന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് പുതിയ കാലത്തെ ചെറിയ മുസ്ലിം കുട്ടികളൊക്കെ ബ്രിട്ടീഷ് അധിനിവേശത്തോട് വെറുപ്പുള്ളത് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കണ്ട എന്ന് നമ്മളെ ഉലമാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞ ന്യായീകരണങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആര്യനെഴുത്ത് എന്ന് പറഞ്ഞിരുന്നത് മലയാള ഭാഷയെ കുറിച്ചാണ്. ആര്യനെഴുത്ത് പാടില്ല എന്നും ആര്യനെഴുത്ത് ശുദ്ധ മലയാളത്തിൽ പ്രസംഗിക്കാനും പറയാനും സംസാരിക്കാനും പാടില്ല, അവരിൽ നിന്നൊക്കെ ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് പാതിരാത്രിയിൽ പ്രസംഗം നടത്തിയ ഉസ്താദിന്റെ ദുആക്ക് ആമീൻ പറഞ്ഞൊരു കാലം ഉണ്ടായിട്ടുണ്ട്. മാലയും മൗലൂദും സിവിൽ ക്രിമിനൽ റാത്തീബുകളും ഒക്കെയായി സമൂഹം ഉഴറിയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ജിന്നുകൂക്ക്, ചെയ്ത്താങ്കൂക്ക് എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിരന്തരമായി അതിപ്രാകൃതമായ ചികിത്സകൾ നിലനിന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഉറുക്കും നൂലും പിഞ്ഞാണിയും തുടങ്ങി ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം മതമാണെന്ന് വിശ്വസിച്ചു പോയിരുന്നവർ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ദലീലല്ല എന്ന് വിശ്വസിച്ചിരുന്ന ബഡാ ഉസ്താദുമാരുണ്ടായ കാലം. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് മുസ്ലിങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ ഒരവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമുദായത്തെ കൈപിടിച്ചു കൊണ്ടുവന്ന ദിശണാശാലികളായ പണ്ഡിതന്മാർ, അവർ രൂപം കൊടുത്തതാണ് കേരള ജംഇയ്യത്തുൽ ഉലമാഇ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. KJU എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പണ്ഡിത സംഘടനയോട് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ എല്ലാവരും കടപ്പാടുള്ളവരാവണം. കാരണം ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സമൂഹത്തിൽ ഒറ്റയും തെറ്റയുമായി ഇറങ്ങി ദഅവത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി, തൗഹീദ് സുന്നത്തും ബോധ്യപ്പെടുത്തി, പരിശുദ്ധ ഖുർആനിലേക്ക് ആളെ ക്ഷണിച്ച് ഖുർആനിന്റെ ആയത്തുകളുടെ ആശയവും അർത്ഥവും വിശദീകരിച്ച് സുന്നത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ച് ആളുകളെ അന്ധമായി അനുകരിക്കുന്നതിൽ നിന്ന് മാറി പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ ബോധ്യപ്പെടുത്തിയ, അങ്ങനെയാണ് ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു 100 കൊല്ലം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നുറുങ്ങുവട്ടം വിശാലമായ വെളിച്ചമായി മാറിയത് നമ്മൾ കാണുകയാണ്. അതിനെ തുടർന്നാണ് കേരളത്തിൽ മറ്റിതര സമൂഹങ്ങളിലും ഒരേ സമയത്ത് നവോത്ഥാനം നടന്നുകൊണ്ടിരുന്നു എന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരിശുദ്ധ ഖുർആൻ ആയത്താണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു സംഘം ഉണ്ടാവണം. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു സംഘം, അവരാണ് വിജയിച്ചവർ എന്ന് ഖുർആൻ പറഞ്ഞു. ഈ ആയത്ത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എന്ന സംഘടനയുടെ രൂപീകരണത്തിന്റെ സമയത്ത് KM മൗലവി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇത് ഓതിക്കേൽപ്പിച്ചപ്പോൾ, പിന്നെ ഇത് ശക്തമായി ഓതിക്കേൽപ്പിക്കുമ്പോൾ EK മൗലവിയാണ് ഇതിന് തെളിവുദ്ധരിച്ചത്. അപ്പോ അന്നുണ്ടായിരുന്നൊരു വാക്കവി ചോദിച്ചു, അല്ല അത് ഖുർആനല്ലേ, ഇസ്ലാമിലെ പ്രമാണം അവിടെ, പ്രമാണം കൊണ്ടുപോവാ. അപ്പൊ EK മൗലവി അന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷനായി നിൽക്കുന്ന, അല്ലെങ്കിൽ അന്ന് ആ സമൂഹത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ളത് ഷെയ്ഖ് ഹസ്രത്താണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഖുർആൻ ദലീലാകൂലേ? ആ സമയത്ത് ബാക്കവിയോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടായിരിക്കും അവിടെ, അതാണ് പ്രമാണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ, ഒരു സംഘത്തെ ഉണ്ടാക്കുമ്പോൾ പോലും പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ദലീലല്ല എന്ന് പറയേണ്ടി വരുന്ന ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലം നിങ്ങൾ അയച്ചു. ഈ ആയത്ത് മറന്നു വരുന്നത്. ഇന്നും ചില ആളുകൾ സംഘടന വേണ്ട, സംഘം വേണ്ട, ഒറ്റയ്ക്കായി പ്രവർത്തിച്ചാൽ മതി, സംഘാണ് എല്ലാത്തിനെയും കുഴപ്പമെന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടില്. അപ്പോ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഈ സംഘത്തെ രൂപീകരിച്ചു കൊണ്ടുവന്ന് ഇന്ന് വിശാലമായ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് 16-ാം തീയതി വരുന്ന ഞായറാഴ്ച കടപ്പുറത്ത് അതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
100ാം വാർഷികം ആഘോഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈ പള്ളിയിലുള്ള മുഴുവൻ ആളുകളോട് ഞാൻ പറയാം, ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സംഘമായോ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പരിപാടിയിൽ എത്തിച്ചേരണം. അത് നമ്മളുടെ വരും തലമുറക്ക് കൊടുക്കുന്ന സന്ദേശം വലുതാണ്. ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടാൻ കാരണമായ ഒരു സംഘം, ആ സംഘത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ അതിന് ഭാഗവാക്കാവണം, ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് സാമൂഹിക ക്ഷേമത്തിനു വേണ്ടിയുള്ള സ്വതക്കയാണ്. പാവങ്ങളെ സഹായിക്കാനും അവരുടെ മരുന്നിനും അവരുടെ ഭക്ഷണത്തിനും ഒക്കെയായി ഉപകരിക്കുന്ന ഒരു സ്വതക്കയാണ് എന്ന് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അതിനോട് നന്നായി സഹകരിക്കണം, സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.